പിന്നെ ഇത് നിങ്ങൾ ശപിക്കപ്പെട്ട വർഗ്ഗമാണ്, പെൺവേഷം കെട്ടി നടക്കുന്ന ആൾക്കാർ ശപിക്കപ്പെട്ട വർഗ്ഗമാണെന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലും ഞാൻ പഠിച്ച കിതാബിൽ റബ്ബ് പറയുന്നൊരു കാര്യമുണ്ട്, റബ്ബിൻ്റെ ഒരു പടപ്പിനെയും പടച്ച റബ്ബ് ശപിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കിയ കാരണം റസൂല് ശപിക്കപ്പെട്ട വർഗ്ഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്, അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും. ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളെയും ശപിച്ചിട്ടില്ല. റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ്. അതുപോലെ പടച്ച റബ്ബിൻ്റെ ഓരോ സൃഷ്ടിയും പടച്ച റബ്ബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഭൂമിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു സൃഷ്ടിനെയും പടച്ച റബ്ബ് കളിയാക്കില്ല, അല്ല ഒരു പടച്ച റബ്ബ് ശപിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഇനിയുള്ള ട്രാൻസ് കുട്ടികളോട് പറയാനുള്ളത്, പലപ്പോഴും പല ആൾക്കാരും വീട്ടിലും കുടുംബത്തിലൊക്കെ അവർ ഒതുങ്ങി നിൽക്കുന്നത് ചിലപ്പോൾ ഈ പടച്ച റബ്ബ് ശപിക്കപ്പെട്ട വർഗ്ഗത്തിലേക്ക് നീ പോവല്ലേ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ശപിക്കപ്പെട്ട വർഗ്ഗം, അങ്ങനെ ഒരിക്കലും ഒരു കിതാബിലും പറയുന്നില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അർബഅത്തുൽ ലഅനഹുമുല്ലാഹു ഫൗഖ അർശിഹി. അർശിന്റെ മുകളിൽ വെച്ച് ശാപ പ്രാർത്ഥന അല്ലാഹു നടത്തിയപ്പോ അമ്മനത അലൈഹിമുൽ മലായിക, മാലാകമാർ ആമീൻ എന്ന് പറഞ്ഞ 4 വിഭാഗം ആളുകളുണ്ട്. മലക്കൾ ആമീൻ പറഞ്ഞു, മലക്കൾ പറഞ്ഞു ആമീൻ, മലക്കൾ പറഞ്ഞു, മലക്കുകൾ ആമീൻ എന്ന് പറഞ്ഞു. അല്ലാഹ് ശപിച്ചപ്പോ അർശിന്റെ മുകളിൽ വെച്ച് 4 വിഭാഗത്തെ അവരുടെ മേൽ ശാപം ഇറങ്ങട്ടെ, ശാപം ഇറങ്ങട്ടെ, ശാപം ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോ മലക്കുകൾ ആമീൻ. മലക്കുകൾ ആമീൻ പറഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആരാണവർ? ആദരവായ ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്ന് അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ, സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരാണ്, യുവാക്കളാണ്. ഹബീബായ തങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് 21-ാം നൂറ്റാണ്ടില് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന നേർക്കാഴ്ചയല്ലേ. സ്ത്രീകൾ മുടികെട്ടുന്നത് പോലെ ഒരു വിഭാഗം ചെറുപ്പക്കാർ മുടികെട്ടുന്ന കാലം വരാതെ ലോകമസ്തമിക്കില്ല സഹാബത്തെ. പെണ്ണുങ്ങൾ മൂക്ക് കുത്തുന്നത് പോലെ യുവാക്കൾ മൂക്ക് കുത്തുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കൂല. പെണ്ണുങ്ങള് കമ്മലിടുന്നത് പോലെ തന്റെ കാതുകുത്തുന്നത് പോലെ യുവാക്കളും കാതുകുത്തുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല കേട്ടോ. യുവതികൾ എങ്ങനെയാണോ നടക്കുന്നത് അതേ വേഷത്തോടെ, അതേ ഭാവത്തോടെ, അതേ അങ്കലാവണ്യത്തോടെ ഒരു വിഭാഗം യുവാക്കളും അതിനെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കുകയേ ഇല്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബാക്കൾ അത്ഭുതത്തോടെ ചോദിക്കുകയാ, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ ഒന്ന് സംഭവിക്കുന്ന കാലം വരൂ നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം വശദ്ദ മിനു, അതുക്കും മേലെ അതുക്കും അപ്പുറത്ത് സംഭവിക്കും സഹാബ, അതുക്കും മേലെ സംഭവിക്കാതെ ലോകമസ്തമിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സത്യമല്ലേ, യാഥാർത്ഥ്യമല്ലേ? തീർച്ചയായും പുരുഷന്മാര് സ്ത്രീകളുടെ വേഷം കെട്ടുന്ന കാലമല്ലേ. ഇതിൽ നിന്ന് തെറ്റിച്ച വസ്തുത ഏതാണ്? ശരിയല്ലേ? മുടി കെട്ടുന്നത് പെണ്ണുങ്ങളെ പോലെ, വസ്ത്രം ധരിക്കുന്നത് പെണ്ണുങ്ങളെ പോലെ, ബോ വെക്കുന്നു, മുടിയൊക്കെ ഇങ്ങനെ പിറകോട്ട് ചീകിയിട്ടിട്ട് ബോ ഇങ്ങനെ വെക്കുന്നു, ഒരു ആർച്ചെടുത്ത് പെണ്ണുങ്ങൾ വെക്കുന്ന പോലെ ആർച്ചെടുത്ത് തലയിൽ വെക്കുന്നു, കാത് കുത്തുന്നു, മൂക്ക് കുത്തുന്നു. പോട്ടെ, എല്ലാം പോട്ടെ, ലിംഗം മാറ്റി വെക്കുന്നു. തീർന്നില്ല. പ്രസിഡന്റ് സമ്മതിച്ചു അതേന്ന് ആണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആ മൊബൈലിൽ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയല്ലേ. നിങ്ങൾ ആരെങ്കിലും എന്നോട് ആവശ്യമില്ലാത്തത് ഉസ്താദ് പറഞ്ഞാൽ തള്ളിയിട്ട് പോയാൽ ഞങ്ങൾ സമ്മതിക്കൂല. ഇത് കാണിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരും, ഞാൻ റെഡിയാക്കി വെച്ചിരിക്കല്ലേ. ഈ അടുത്ത സമയത്ത് മംഗലാപുരത്ത് നിന്ന് 2 ചെറുപ്പക്കാർ, മുസ്ലിം ചെറുപ്പക്കാർ, 2 ചെറുപ്പക്കാർ ബാംഗ്ലൂരിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് പെണ്ണായി മാറി. 2 ചെറുപ്പക്കാർ, ഫോട്ടോ ഒക്കെ ഉണ്ട്. കണ്ടാൽ ഐശ്വര്യറായി തോറ്റു, അടിപൊളി സാധനം.
അത്രയ്ക്ക് ഇരിക്കാൻ കണ്ടാല് ആണുങ്ങളാ, ആണാണ് സംഭവം, പക്ഷെ പെണ്ണായിട്ട് മാറി. എന്നാലോചിച്ച് നോക്കി, ആണ് പെണ്ണാവുന്ന ഒരു കാലം ഒരു വിശ്വാസങ്ങൾ പറഞ്ഞല്ലേ, അതങ്ങനെ ആയില്ലേ? ഇതാകണല്ലോ, അല്ലെ ഈ ദുനിയാവ് അസ്തമിച്ച് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. നമുക്കൊക്കെ ലോകം അസ്തമിക്കുന്നതിന്റെ കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വന്നതാണിത്. ആണ് പെണ്ണിന്റെ കോലം കിട്ടും, കറക്റ്റ്. അവന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയ ബാംഗ്ലൂരിൽ പോയാൽ 90,000 റുപ്യാണ് അതിന് ചെലവ്. ഈ 90,000 റുപ്യ ഇവ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോൾ അവന്റെ ഉപ്പ ഉമ്മ ഒക്കെ ഓനെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോ അവ ഇങ്ങനെ കിടന്നിട്ട് പറയുന്ന ആ വോയിസ് വരെ ഉണ്ട്. കാലം പോയി പോക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ പെണ്ണ് ആണായി. ഇതൊന്നും ഇപ്പൊ ഞങ്ങളിപ്പോ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും പെട്ടെന്ന് നെറ്റിലടിച്ചു നോക്കിയാൽ ഇതെല്ലാം കാണാമല്ലോ. ഇതൊക്കെ ഈ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന്. ഇതൊക്കെ സംഭവ യാഥാർത്ഥ്യമാണ്. പക്ഷെ നബി പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇതുണ്ട്, സംഭവിക്കണം. പെണ്ണ് ആണാവും, ആണ് പെണ്ണാവും. പെണ്ണ് ആണിന്റെ കോലം കെട്ടും, ആണ് പെണ്ണിന്റെ കോലം കെട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശപിക്കപ്പെട്ടവരുടെ രണ്ടാമത്തെ കൂട്ടത്തിൽ ആരാ? അൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർരിജാൽ. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണാണ്, ആണിനെ പോലെ ജീവിക്കാൻ കൊതിക്കുന്ന പെണ്ണാണ്. ടീഷർട്ട് ഇടുകയാണ്, ഇറുകിയ ജീൻസ് ധരിക്കുകയാ, തന്റെ മുടി ബോബ് ചെയ്ത് ചെറുതാക്കി വെട്ടിച്ചുരുക്കുകയാണ്, തന്റെ ലിംഗം മാറ്റിവെച്ച് പുരുഷ ലിംഗത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ കൊതിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം ലോകത്ത് വരാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കില്ല സ്വഹാബത്തേ. അവർ ശപിക്കപ്പെട്ടവരാണ്, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്. ആദരവായ ഹബീബായ തങ്ങളും മാലാകമാരും സ്വാലിഹീങ്ങൾ അടക്കമുള്ളവർ അവരെ ശപിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലഅനല്ലാഹു റജുലാ യൽബസു ലിബ്സതൽ മർഅതി. ഒരു പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണ്, ഒരു യുവതിയുടെ വേഷം ധരിക്കുന്ന യുവാവേ, അല്ലാഹു നിന്നെ ശപിച്ചിരിക്കുകയാണ്. നിന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കേണ്ട താമസം, ആ ഖബർ നിന്നെ വെറുതെ വിടില്ല കേട്ടോ. അല്ലാഹുവേ, ഈ സമൂഹത്തെ ഈ അശ്ലീലതകളിൽ നിന്ന്, അധാർമികത്വത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. നബി തങ്ങൾ പറയുകയാ, അവരുടെ മേൽ ശാപമാ. ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണെ, ലഅനല്ലാഹു ഇംറാതൻ, ഒരു പെണ്ണിനെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. തൽബസു ലിബ്സതർ റജുലി, ഒരു പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണെ, അല്ലാഹു അവളെ ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു. ആണിന്റെ കോലം പെണ്ണ് കെട്ടാൻ പാടില്ല, പെണ്ണിന്റെ കോലം ആണും കെട്ടാൻ പാടില്ല. പെണ്ണ് തന്നെയാണ്, ആണ് തന്നെയാണ്. ആണും പെണ്ണിനെ ഒന്നാക്കാനുള്ള പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആണും പെണ്ണിനെ ഒന്നാക്കുക, അതിനാണ് ഇപ്പൊ എന്താ ലിംഗസമത്വമെന്നോ ജെൻഡർ ന്യൂട്രാലിറ്റിന്നോ ഒക്കെ പറഞ്ഞിട്ട് പുതിയ സിസ്റ്റങ്ങളായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വരുന്നുണ്ട്. ആണും പെണ്ണും എന്നാൽ ഇനി ഇത് ആണും പെണ്ണും ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ മരയുടെ ആവശ്യമില്ല. ആണും പെണ്ണും ഒരേപോലെ ഇരുന്ന് വാത് കേൾക്കണം. ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എം പി കൊച്ചിക്കോയ തങ്ങടക്ക് ഭാരം അദ്ദേഹത്തിന്റെ ഭാര്യ വരും. ഒരു കാലം ഇനി അങ്ങനെ ആയിരിക്കും. നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ആണുങ്ങളായിരിക്കും, മുക്രിച്ച പെണ്ണായിരിക്കും ചിലപ്പോ. അങ്ങനത്തെ ഒരു കാലം വരും. നിങ്ങൾ ചിരിക്കണ്ട സംഭവം അല്ല, അതല്ലേ ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ആണ് പെണ്ണാവുക പെണ്ണാണാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് തുല്യമായിട്ട് എല്ലാ രണ്ടുപേരും ഒരേപോലെ ഈക്വലായിട്ട് ജീവിച്ചാൽ മതി. പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂം, ആണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂം, പെണ്ണുങ്ങൾക്ക് പ്രത്യേക സിറ്റിംഗ്, ആണുങ്ങൾക്ക് പ്രത്യേക, അങ്ങനെയൊന്നുമില്ല. ചില സ്ഥലത്ത് പോകുമ്പോഴേ ക്യൂ എല്ലാവർക്കും ഒന്നേ ഉള്ളൂ, ആണിനും പെണ്ണിനും ഒറ്റ ക്യൂ, പെണ്ണിന്റെ ബാക്കിൽ പോയിട്ട് ആണ് ഇങ്ങനെ നിന്നോണം, അതാണ് ക്യൂ. പക്ഷെ ചില സ്ഥലത്തുണ്ട് പെണ്ണുങ്ങൾക്ക് വേറെ ക്യൂ, ആണുങ്ങൾക്ക് വേറെ ക്യൂ. അപ്പൊ ആണിനെയും പെണ്ണിനെയും ഒരേ ലൈനിൽ കൊണ്ടുവരാണ്. പക്ഷെ സാധിക്കില്ല. ഖുർആൻ പറഞ്ഞതിനെതിരല്ലേ അത്, ഇസ്ലാമിനെതിരാണല്ലോ അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഇതൊക്കെ ചർച്ച ചെയ്തത് ആണിന് വേറെ നിയമം, പെണ്ണിന് വേറെ നിയമം, അങ്ങനെയാണ് പഠിപ്പിച്ചത്. അല്ല ആണിനും പെണ്ണിനോട് ഒരുമിച്ചിട്ടല്ല, അങ്ങനെ ഒരു നിയമം അല്ല നമുക്കുള്ളത്. പൊതുവായ നിയമമുണ്ട്, അതല്ല ആണിന് ആണിൻ്റെതായ നിയമമുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായ നിയമമുണ്ട്. അങ്ങനല്ലേ? പെണ്ണിന് നമുക്ക് സ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ മതി, പെണ്ണ് വീട്ടിലിരുന്നാ മതി, പെണ്ണ് വീട്ടിൽ ഇബാദത്ത് ചെയ്താൽ മതി. ആണ് പള്ളിക്ക് വരട്ടെ, അവൻ പള്ളിയായിട്ട് ബന്ധപ്പെടട്ടെ.
അപ്പൊ ബഹുമാനപ്പെട്ട പെണ്ണുങ്ങൾ പോയിട്ട് ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടോ? അത് വലിയൊരു സംശയം തന്നെയാണ്. പരിശുദ്ധമായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ എന്ന മഹദി, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പ്രിയങ്കരിയാണ്, പ്രിയതമയാണ്, സഹധർമ്മിണിയാണ്, ഭാര്യയാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, നിങ്ങൾ ആണുങ്ങളാണ്, പുരുഷന്മാരാണ്, നിങ്ങൾ പള്ളികളിലേക്ക് പോവുകയല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ ധർമ്മസമരത്തിൽ പങ്കെടുക്കുകയല്ലേ, നബിയേ, അങ്ങയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ, അങ്ങയുടെ കൈക്ക് പിടിച്ച് ബൈഅത്ത് ചെയ്യാൻ സ്ത്രീകളായ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് യാ റസൂലല്ലാഹ്. അങ്ങ് പള്ളിയിൽ നമസ്കരിക്കുമ്പോ, തറാവീഹ് പങ്കെടുക്കുമ്പോ, അവിടെ ഒരുപാട് ഇഫ്താറിലും ഇബാദത്തുകളും ഖിയാമിലും ഒക്കെയായി കഴിയുമ്പോ അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകളായ ഞങ്ങൾക്ക് കൂലി ലഭിക്കുമോ യാ റസൂലല്ലാഹ്? പരിശുദ്ധമായ റമളാനാണ്, പുരുഷന്മാര് പള്ളികളിൽ പോയി നമസ്കരിക്കുന്നു, ഇബാദത്ത് എടുക്കുന്നു, സ്ത്രീകളായ ഞങ്ങൾ വീടിന്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവരാണ്, ഞങ്ങൾക്കതിന്റെ സവാബ് ലഭിക്കുമോ നബിയേ? അതിന്റെ പ്രയോജനം ഉണ്ടാകുമോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് മഹദിയായ ഉമ്മു സലമ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ചോദിക്കുകയാണ്, ഹബീബായ തങ്ങളോട് സ്ത്രീകളുടെ ആശങ്ക അറിയിക്കുകയാണ്. സ്ത്രീകൾക്ക് ശരിയല്ലേ, നമ്മളൊക്കെ പള്ളിക്ക് പോകുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര വിഷമാണ്. ഓ, നിങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നു, തറാവിഹിൽ എല്ലാവരോട്ട് കൂടുന്നു, അവിടെ നോമ്പ് തുറക്കുന്നു, എന്താണ് റാഹത്തില്ലേ? ഞങ്ങൾ ഇവിടെ ഇരുന്നാലും ഞങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കി തരിക, കോഴിക്കറി ഉണ്ടാക്കി തരിക, ഇറച്ചി ഉണ്ടാക്കി തരിക, പത്തൽ ഉണ്ടാക്കി തരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി, ഞങ്ങൾക്ക് ഈ കൂലി കിട്ടുമോ? അതാണ് ചോദിച്ചതിന്റെ സാരാംശം. നിങ്ങൾ ആണുങ്ങൾക്ക് അല്ലാഹ് എന്തെല്ലാം ചെയ്യുന്നു, പെണ്ണുങ്ങൾക്ക് ഞങ്ങൾക്കൊന്നുമില്ല. ഇങ്ങനത്തെ ധാരണ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പ്രത്യേകമായി ഒതുക്കപ്പെട്ടവർ, നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും സഞ്ചരിക്കാം, നിങ്ങൾക്ക് എത്ര കൂലിയാ അല്ലാഹ് തരുന്നത്? ആശങ്ക അറിയിച്ചു സ്ത്രീകൾ പോയിട്ട് ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നബിക്ക് മറുപടി പറയാൻ പറ്റൂല, മോളിൽ നിന്ന് ഉത്തരവ് കിട്ടണ്ടേ? അള്ളാന്റെ അടുക്കൽ നിന്ന് ഉത്തരവ് കിട്ടാതെ നബി തങ്ങൾ എങ്ങനെ മറുപടി പറയും? ഇതിനെക്കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗനിയായിരുന്നു. ഇതാ വരുന്നു നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ഓതി കൊടുക്കുകയാണ് സൂറത്തുൽ അഹ്സാബിലെ ഒരായത്ത്, വലിയ ഒരായത്ത്. واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون من عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نخيرا. പരിശുദ്ധമായ ആയത്തിറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക്
വീടുകളിലേക്ക്. സഹോദരിമാരെ, നിങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമായി, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഇതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് ജിബ്രീൽ ഇറങ്ങി വന്ന് പറയുകയാണ്, നബിയേ, ആ സ്ത്രീകളുടെ ചോദ്യത്തിന് മറുപടി പറയണേ നബിയേ. സ്ത്രീകൾ വീട്ടിലിരുന്ന് നോമ്പെടുത്താൽ കൂലിയുണ്ടോ? സ്ത്രീകൾ വീട്ടിൽ പാചകം ചെയ്താൽ കൂലിയുണ്ടോ? പുരുഷന്മാര് പള്ളിയിൽ പോകുന്നത് പോലെ ഞങ്ങളും പോകട്ടെ, ഞങ്ങളും അതുപോലെ നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഇതാ ആയത്തിറക്കി അല്ലാഹു അതിന് മറുപടി പറയുകയാണ്. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. പൊന്നുപെങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ വീടുകളിൽ ഇരുന്ന് പാരായണം ചെയ്യണേ. ഒന്ന്, വീട്ടിലിരുന്ന് ഓതിക്കോ. വീട്ടിലിരുന്ന് ഖുർആൻ ഓതിയാല് എല്ലാ ഇടങ്ങേറും പോവും, എല്ലാ പിശാചും പോവും, എല്ലാ ശൈത്താനും പോവും. സൂറത്തുൽ ബഖറ ഓതിക്കോ. സൂറത്തുൽ ബഖറ ഓതിയിട്ട് വെള്ളത്തിൽ ഓതി കുടിക്കണേ. അത് നിങ്ങൾ കുളിക്കണേ. അത് നിങ്ങളുടെ വീടുകളിൽ വിതരണേ, ചിതരണേ. എങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലുള്ള മുസീബത്തുകൾ ഇറങ്ങിപ്പോകാൻ അതൊരു കാരണമാണ് കേട്ടോ. സൂറത്തുൽ ബഖറ ഉറക്ക ഓതണം. പരിശുദ്ധമായ ഖുർആനിൽ ഏത് പിശാചിനെ ഓടിക്കാനുള്ള ആയത്തുണ്ട്, ഏത് പിശാചിനെ ഹാളിറാക്കാനുള്ള ആയത്തുണ്ട്. ആ പിശാച് വന്ന വഴിയെ പരസ്യമായിട്ട് പറഞ്ഞ് അത് ഓടുന്ന ആ രംഗവും പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും വീട്ടിൽ വന്ന് കതവ് തട്ടുന്നു, ആരെങ്കിലും വന്ന് ഇങ്ങനെ തോണ്ടുന്നു, ഏതെങ്കിലും പെണ്ണിനെ വന്ന് മാന്തിപ്പറിക്കുന്നു, ഇതിനെല്ലാം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമായ നിലയിൽ അതിന്റെ ആയത്തുകൾ പഠിപ്പിച്ചിരുന്നുണ്ട്. അത് ഓതേണ്ട രീതിയിൽ ഓതിയാൽ ഏത് ശൈത്താനും പമ്പ കിടക്കും. പക്ഷെ നമ്മൾ അതിനെ സ്വീകരിക്കുന്നില്ല. ഖുർആന്റെ ആയത്താണിത്, വീട്ടിൽ ഓതിക്കോളാൻ. നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യും. പക്ഷെ അതിന്റെ മഹത്വം ഖുർആന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് ഹിഫാലത്ത്, സംരക്ഷണം, പരിശുദ്ധമായ ആയത്തുകള്, സൂറത്തുകള്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇസ്തിആദ, ഇതിലൂടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ പഠിക്കണം, അതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ആയത്തിറക്കി കൊടുത്തു. ഇതാണ് ഓതി കൊടുക്കുന്നത്. വീട്ടിൽ നിങ്ങൾ ഓതിക്കോളി. ഖുർആനാണ്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. കണ്ടോ, അല്ലാഹ് വേർതിരിച്ചു പറഞ്ഞു. മുസ്ലിമായ പുരുഷൻ, മുസ്ലിമത്തായ സ്ത്രീ, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിയായ പുരുഷൻ, സത്യവിശ്വാസിനിയായ സ്ത്രീ. പ്രത്യേകം സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി അല്ലാഹ് ഇറക്കി കൊടുത്താണ്. സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി. ഞങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്താൽ കൂലിയുണ്ടോ? പുരുഷന്മാർക്ക് മാത്രം അല്ലാഹ് വാരിക്കോരി കൊടുക്കുന്നു, ഞങ്ങൾക്കില്ലേ? ഞങ്ങൾക്ക് കുറവാണോ? ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനാണ്. ഇപ്പൊ ഈ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാക്കാമാർ തന്നെ. ഇപ്പൊ വസ്തുവിന്റെ, സ്വത്തിന്റെ, പെൺകുട്ടികളുടെ ഒക്കെ അവകാശത്തില് കാസർഗോഡുള്ള ഒരു വക്കീലിന്റെ ഭാഷണമൊക്കെ വന്നല്ലോ. അതിനൊക്കെ മറുപടി ഖുർആനിലുണ്ട്. ഞാൻ അതിലേക്ക്, എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ എന്റെ സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അല്ലാഹു തആല പറയാണ്, പുരുഷൻ സ്ത്രീ വേർതിരിച്ച് പറയാണ്. അല്ല, ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് രണ്ടും ജെൻഡർ ന്യൂട്രാലിറ്റി, ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. ഞാൻ ഇങ്ങനെ കൈ കാണിച്ചാൽ മനസ്സിലാക്കിക്കൊള്ളണം. ഖാനിതീൻ പുരുഷന്മാർ, ഖാനിതാത്ത് സ്ത്രീകൾ. അനുസരണയുള്ള പുരുഷന്മാർ, അനുസരണയുള്ള സ്ത്രീകൾ. വസ്സാദിഖീന വസ്സാദിഖാത്ത്. ഉണ്ടോ? സാദിഖീങ്ങളായവർ, സാദിഖാത്തുകളായവർ. ഇവിടെ പ്രത്യേകിച്ച് അല്ലാഹ് പറഞ്ഞ വാക്കല്ല. വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമയുള്ള പുരുഷന്മാർ, ക്ഷമയുള്ള സ്ത്രീകൾ. വൽ ഖാശിഈന വൽ ഖാശിയാത്ത്, അല്ലാഹുവിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഭയപ്പെടുന്ന വിധേയത്വമുള്ള പുരുഷന്മാർ, വിധേയത്വമുള്ള സ്ത്രീകൾ. വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, സദഖ ചെയ്യുന്ന പുരുഷന്മാർ, സദഖ ചെയ്യുന്ന സ്ത്രീകൾ. കണ്ടോ? അപ്പൊ സദഖയിലും രണ്ടുപേരുണ്ട്. ഇവര് ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യണം. വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന പുരുഷന്മാർ, നോമ്പെടുക്കുന്ന സ്ത്രീകൾ. മൊത്തത്തിൽ നോമ്പെന്നങ്ങ് പറഞ്ഞ പോരെ. നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ അല്ലാഹ് ഈ ആയത്തിറക്കിയത്. സ്ത്രീകളുടെ വിഷമം മാറ്റിയെടുക്കാനും സ്ത്രീകളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിട്ടാണ് അല്ലാഹ് ഈ ആയത്തിറക്കിയത്. എല്ലാ സ്ത്രീകള് പുരുഷന്മാർക്കേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നുമില്ലേ, ഞങ്ങൾക്കൊന്നും വേണ്ടേ? ഇതിന് പരിഹാരമാണ് അല്ലാഹ് ഈ ആയത്തിറക്കുന്നത്.
വസ്സായിമീന വസ്സായിമാത്, നോമ്പെടുക്കുന്ന പുരുഷന്മാരും നോമ്പെടുക്കുന്ന സ്ത്രീകളും, വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്, ഗുഹ്യഭാഗം സൂക്ഷിക്കുന്ന പുരുഷന്മാരും ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീകളും, വൽദാകിരീന അല്ലാഹ കസീറാ വൽദാകിറാത്, അധികമായി ദിക്ർ ചൊല്ലുന്നത് പുരുഷനാണോ, അധികമായി ദിക്ർ ചൊല്ലുന്നത് സ്ത്രീകളാണോ? ഇത് രണ്ടും അല്ലാഹു ഇവിടെ പരാമർശിക്കുകയാണ്. പുരുഷന്മാരെ, യുവാക്കളെ, നിങ്ങൾ അധികമായി ദിക്ർ ചൊല്ലിയാലും, സ്ത്രീകളെ അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ദിക്ർ ചൊല്ലിയാലും, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് പോലെയുള്ള പ്രതിഫലം അല്ലാഹു നിങ്ങൾക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. വലാ യുളമൂന നഖീറാ, ഒരൽപ്പം പോലും അല്ലാഹു കുറയ്ക്കുകയില്ല കേട്ടോ. ഇവർക്ക് എത്ര കൂലി കൊടുക്കുന്നു അത് നിങ്ങൾക്ക് കിട്ടും. ഇവര് പള്ളിക്ക് പോയിട്ട് തറാവി നിസ്കരിച്ചാൽ അവർക്ക് കിട്ടുന്ന കൂലി എന്താണോ, നിങ്ങൾ വീട്ടിൽ തറാവി നിസ്കരിച്ചാൽ നിങ്ങൾക്കും കിട്ടും. ഇവര് വീട്ടിൽ പള്ളിയിൽ പോയിട്ട് ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ പുറയിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൂലി അവിടെ കിട്ടും. അതല്ലേ ഏറ്റവും നല്ലത്. നമുക്ക് അങ്ങനെ എങ്ങനെ അള്ളാഹ് പറഞ്ഞിരുന്നത് നമ്മൾ പുറയെ തന്നെ നിസ്കരിച്ചാൽ നമ്മൾ പള്ളിയിൽ പോവില്ല. എങ്ങനെയെങ്കിലും ഈ നിയമം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ നോക്കുകയാണ്, പുറയ്ക്ക് നിസ്കരിക്കാൻ, വീട്ടിൽ നിസ്കരിക്കാൻ. പെണ്ണുങ്ങൾക്ക് ഇത്ര സൗകര്യം അള്ളാഹ് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ അവിടെ നിസ്കരിച്ചോളി. മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു നന്മ ചെയ്യുന്നത് ആരാണോ അവർ സത്യവിശ്വാസിയാണ്. ആണിന് കൊടുക്കുന്നത് പോലെ പ്രതിഫലം അല്ലാഹു ആ പെണ്ണിനും നൽകുമത്രേ. ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, ഭൗതികമായ ലോകത്ത് അല്ലാഹു അവർക്ക് നല്ല ജീവിതം സമ്മാനിക്കുമത്രേ. വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവര് ചെയ്യുന്നതിന്റെ പ്രതിഫലം അല്ലാഹു സമമായിട്ട് ആണിനും പെണ്ണിനുമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുകയാണ്. ആണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക്, പെണ്ണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക്. ഫൗലൈക യദ്ഖുലൂനൽ ജന്ന, അമലുകളുടെ പേരിൽ അല്ലാഹു അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. വലാ യുളമൂന നഖീറാ, അല്ലാഹു ഒരൽപ്പം പോലും അവരോട് അക്രമം പ്രവർത്തിക്കുകയേ ഇല്ല. പിന്നെന്താ വിഷമം? പിന്നെന്താ വശം? ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്. പ്രത്യേകം അല്ലാഹ് എടുത്ത് പറഞ്ഞു, ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്. ഒരാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ആ സുബ്ഹാനല്ലാഹ് ഒരു പെണ്ണും പറഞ്ഞാൽ പെണ്ണിന് 50, ആണിന് 100 അല്ല. ആണിന് 100 ആണെങ്കിൽ അതുപോലെ തന്നെ പെണ്ണിന് 100 അല്ലാഹ് കൊടുക്കും. പിന്നെന്ത് വേണം? വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആണിനും അല്ലാഹു കൊടുക്കുന്നു, പെണ്ണിനും അല്ലാഹു കൊടുക്കുന്നു. അപ്പൊ ആണ് വേറെ, പെണ്ണ് വേറെ. അവരുടെ ജിൻസ് ശാരീരികമായി ഇബാദത്തിൽ ഒരേ കൂലിയാണ്, ഒരു കുറവും അല്ലാഹു നൽകുകയില്ല. അത് ആദ്യം ശ്രദ്ധിച്ചോളി. ഭർത്താവിനെ നിങ്ങൾ ഖിദ്മത്ത് ചെയ്യുമ്പോൾ കൂടുതൽ കൂലിയാണ്, കൂടുതൽ കൂലി കിട്ടും. ഒരു പെണ്ണിന് അല്ലാഹു തആല ചെയ്തിരിക്കുന്ന നിഅമത്ത് ആണുങ്ങളെക്കാൾ എന്നാ കുറച്ച് കൂലി കൂടുതൽ പെണ്ണുങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അതുണ്ട്. അത് ഗർഭിണിയാവുമ്പോ, അതൊക്കെ അതിന്റെ വിഷയം അങ്ങോട്ടേക്ക് പോയാലും വേറെ യുവാക്കളുടെ വിഷയം കുറഞ്ഞു പോകും. ഒരു ഭയങ്കര കൂലിയാണത്. ഗർഭിണിയാൽ എന്താ കൂലി എന്ന് പെണ്ണിനറിയോ? എന്താണ് അവർക്ക് കൂലി? അത് ആണിന് കിട്ടോ? ഇല്ല, ആ കൂലി ആണിന് കിട്ടൂല. മുല കൊടുത്താൽ ആണിന് കൂലി കിട്ടൂല, ഉപ്പാക്ക് കിട്ടൂല, ഉമ്മാക്ക് കിട്ടുക, ഭർത്താവിന് കിട്ടൂല, ഭാര്യയ്ക്ക് കിട്ടുക. പ്രസവിക്കുന്നു, ഭാര്യയ്ക്ക് കിട്ടുക, ഭർത്താവിന് കിട്ടൂല, നമുക്ക് കിട്ടൂല, നമുക്കിതൊന്നും കിട്ടൂല. അല്ലേ? അതാണ് അല്ലാഹു തആല ചെയ്തിരിക്കുന്ന നിഅമത്ത്. നിങ്ങൾക്ക് വലിയ നിഅമത്ത് കൂടുതലാണ്. പിന്നെ നിങ്ങൾ വിഷമം, നിങ്ങൾക്ക് പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആണിന് വേറെ, പെണ്ണിന് വേറെ. പിന്നെ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ചില നിയമങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആ നിയമങ്ങൾ നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക. അതല്ലാതെ ആണിന്റെ സ്ഥാനത്ത് പെണ്ണ്, പെണ്ണിന്റെ സ്ഥാനത്ത് ആണ്, അത് പാടില്ല, അത് പാടില്ല. അതങ്ങനെ ഉണ്ടാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് പെണ്ണിന് പെണ്ണിന്റേതായ സ്ഥലം, ആണ് ആണിന്റേതായ സ്ഥലം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാലം വരും, ആണ് പെണ്ണിന്റെ സ്ഥാനത്ത് വരും, പെണ്ണ് ആണിന്റെ സ്ഥാനത്ത് വരും.
അത് ഖിയാമത്ത് നാൾ, അത് പ്രതീക്ഷിച്ചോളി. ഇതിനൊക്കെ തകിടം മറിച്ചിൽ വന്നാൽ, ഇതൊക്കെ തലതിരിഞ്ഞ് വന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോ, ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ലാ തഖൂമുസ്സാ ഹത്താ അതാഅ റജുലു ഇംറാതഹു. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അടിമപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. ഒരു പെണ്ണ് ഒരു ബോയ് ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടിട്ട് തന്റെ മാതാപിതാക്കളുടെ വാക്കുകളെ അവഗണിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയില്ല സഹാബത്തേ. ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി നബി തങ്ങളോട് ചോദിക്കുകയാണ്, അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലം വരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണിത്, ആണുങ്ങളും പെണ്ണുങ്ങളുടെയും വിഷയത്തിൽ ആണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം പെണ്ണുങ്ങൾക്ക്. എന്നാൽ ചില സമയത്ത് ആണുങ്ങൾ പെണ്ണിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം വരും. എന്നാൽ എന്ത് ചെയ്യും? അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് അൽഹംദുലില്ലാഹ്, പ്രത്യേകിച്ച് ഇപ്പൊ സ്ത്രീകൾക്ക് വലിയ സന്തോഷമായി കാണും, ഞങ്ങൾക്ക് ഇത്രയും കൂലി ഉണ്ടെന്നുള്ള കാര്യം. ഇനിയുണ്ട് ഒരുപാട് കൂലി, നിങ്ങൾക്ക് മാത്രമുള്ള കുറെ കൂലിയുണ്ട്. അല്ലാഹു അക്ബർ. അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ, പക്ഷെ എന്റെ വിഷയം അതല്ലല്ലോ. സ്ത്രീകളെ കുറിച്ച് മാത്രം പരാമർശിക്കുന്ന വിഷയമായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ എന്റെ വിഷയമല്ല, എന്റെ യുവാക്കൾ യുവതികളാണ്. അപ്പൊ എനിക്ക് അങ്ങോട്ടേക്ക് കയറാണ്, എന്റെ ലക്ഷ്യം അതാണ്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതിഫലം നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വെറും സാധാ സീത അല്ല. കാരണം ഖുർആൻ നിങ്ങളെ കുറിച്ചാണ് കൂടുതൽ പരാമർശിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ഒരു സൂറത്ത് തന്നെ അള്ളാഹ് ഇറക്കി. ആണുങ്ങൾക്ക് അവിടെ സൂറത്ത് ഖുർആനിൽ സൂറത്തുൽ റിജാൽ എന്ന് പറഞ്ഞിട്ടൊരു ആയത്തുണ്ടോ? ഇല്ല. സൂറത്തുൽ നിസാ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുണ്ട്. സൂറത്തുൽ നിസാ പെണ്ണുങ്ങൾക്ക് എന്നുള്ള ആയത്തുണ്ട്, സൂറത്തുൽ റിജാൽ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി. സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്, പുരുഷന്മാരുടെ വസ്ത്രത്തെ കുറിച്ചല്ലല്ലോ ഖുർആൻ പരാമർശിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. സഫാ മർവയ്ക്കിടയിൽ ഓടേണ്ടത് ആരാ? ആ പച്ച ലൈറ്റ് കാണുമ്പം പുരുഷനാ ഓടേണ്ടത്, സ്ത്രീയല്ല ഓടേണ്ടത്. സ്ത്രീ ഓടണ്ട, നീ പതുക്കെ പയ്യെ പോ. പുരുഷൻ ഓടണം ആ സമയത്തുമ്പോ. അള്ളാഹ് നമ്മളെ ഇട്ട് ഓടിച്ചിട്ട് നിങ്ങളെ പതുക്കെ വന്നപ്പോ നിങ്ങൾക്ക് എത്ര സ്ഥാനാണ്. ഉമ്മാന്റെ കാലിന്റെ കീഴിലാ സ്വർഗ്ഗം നബി തങ്ങൾ പറഞ്ഞു. ഉപ്പാന്റെ കാലിന്റെ കീഴിൽ നിന്നുണ്ടോ? അത് ചില ഉലമാക്കളും ചില മുഹദ്ദിസീങ്ങളും പറയുന്നുണ്ട്, അത് മാതാപിതാക്കളെ രണ്ടും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത്. കാരണം ഉപ്പാക്ക് ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ. എന്നാലും നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത് എന്താണ്? ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം. കാരണം ഉമ്മാന്റെ മഹത്വം അത്രയ്ക്കും വലുതാണ്. അതുകൊണ്ടാണ് ഉമ്മ ആരാന്ന് ആദ്യം പഠിക്കണം. നമ്മൾ കാണുന്ന ഉമ്മ ഗർഭിണിയായി പ്രസവിച്ച് മുല കൊടുത്തിട്ട് കൊണ്ടുപോകും, അതെല്ലാം ഉമ്മ. ആ ഉമ്മ എന്നുള്ള സബ്ജക്ട് മാത്രം വെച്ചിട്ട് ഉമ്മ ആരെന്ന് ആദ്യം പഠിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. എവിടെ നിന്നാണ് ഉമ്മുൻ എന്ന വാക്ക് വന്നത്? എന്നാലേ ഉമ്മന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലേ ഈ കുട്ടികള് ഈ ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ടാണ് ഉമ്മാന്റെ കാലിന്റെ കീഴിൽ സ്വർഗം എന്ന് പറഞ്ഞത്. അത് അത്രയും വലിയ മഹത്വം ഉള്ളത് കൊണ്ടാണ്. ചെറിയ കാര്യമല്ല അത്, ചെറിയ കാര്യമല്ല. അല്ലാഹു ഉമ്മയെയും ഉപ്പയെയും കുറിച്ച് ഖുർആനിൽ ചർച്ച ചെയ്തിട്ട് വവസ്സൈനൽ ഇൻസാൻ ബിവാലിദൈഹി, മാതാപിതാക്കളെ ഉപകാരം ചെയ്യണേ എന്ന് അള്ളാഹു പറഞ്ഞിട്ട് പെട്ടെന്ന് അള്ളാഹു റൂട്ട് മാറ്റുന്നു. കണ്ടോ? മാതാപിതാക്കളോട് നിങ്ങൾ കരുണ ചൊരിയണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അള്ളാഹ് പിന്നെ തുടങ്ങുന്നത് ഉമ്മാന്റെ മഹത്വം പറഞ്ഞിട്ടാണ്. അപ്പൊ അതിലൊക്കെ വലിയ ഹിക്മത്തുണ്ട്. അതവിടെ ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ആഫിയത്ത് ആരോഗ്യ ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ മരണപ്പെട്ട ഞങ്ങളുടെ ഉമ്മ ഉപ്പ നീ സ്വർഗം കൊടുക്കണേ പടച്ചവനെ. ഖബർ പ്രകാശിപ്പിക്കണേ പടച്ചവനെ. ആ ഖബറിൽ സന്തോഷം ഇറക്കണേ പടച്ചവനെ. അദാബുകൾ ഒഴിവാക്കണേ പടച്ചവനെ. അവരെ ഞങ്ങളെ സ്വർഗത്തിൽ നീ അല്ലിയൂനിൽ സ്വാലിഹീങ്ങളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ പടച്ചവനെ. അതിന് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണം. രണ്ടുപേരെ നമുക്ക് കിട്ടണം. ഈ ദുനിയാവിൽ കിട്ടുന്നത് പോലെ സ്വർഗത്തിലും കിട്ടും. അത് കിട്ടും എന്ന് ഖുർആൻ അവിടെയും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം നല്ലപോലെ ശ്രദ്ധിക്കണേ സഹോദരിമാരെ. അപ്പൊ ഖുർആൻ അല്ലാഹു നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖുർആൻ നിങ്ങൾ ഓതിക്കോളി, നിങ്ങളുടെ വിഷമം മുസീബത്തുകളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് പ്രത്യേകം പറയുമ്പോൾ അവരുടെ അമലുകളെ കുറിച്ചല്ല, കുറച്ച് ചില നിയമങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ മാറ്റി പറയുന്നത്. ബാക്കിയെല്ലാം തുല്യ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് നാളെ ആഖിറത്തിൽ ഈ ചോദ്യം ഈ ആണിനോടും പെണ്ണിനോടും ഉണ്ടാവും. നമ്മുടെ യുവത്വം എങ്ങനെ നമ്മൾ ചെലവാക്കി, ഇത് ചോദ്യം ആണിനോടുണ്ടാവും പെണ്ണിനോടുണ്ടാവും. അതുകൊണ്ട് നമ്മളൊരു ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യരുത്. ആണാകട്ടെ പെണ്ണാകട്ടെ, തീർച്ചയായും നമ്മളെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന്റെ മുന്നിൽ നമ്മളായിരിക്കും മറുപടി പറയേണ്ടത്. അതാ അല്ലാഹ് പറഞ്ഞത്, അയഹ്സബുൽ ഇൻസാൻ അയ്യുത്രക സുദാ അലം യകുൻ തുഫതം മിൻ മനിയുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى മരിച്ചുപോയാൽ മണ്ണോട് ചേർന്ന് ഭസ്മമായി പോകുമെന്ന് കരുതല്ലേ യുവാക്കളെ. മരണപ്പെട്ട് എത്രയോ പേരുടെ മയ്യത്തടക്കിയവരാണ് ഞങ്ങൾ. 10 വർഷമായാൽ ആ കബറൊന്ന് തുറന്നു നോക്കിയാൽ ആരുമില്ല. ആ കബറിന്റെ ഉള്ളിൽ ഭസ്മമാണ്, ധൂളികളാണ്, പൊടികളാണ്, ഒന്നുമില്ലാതെ ദ്രവിച്ചുപോയി, തുരുമ്പ് പിടിച്ചുപോയി, ചിതലരിച്ചുപോയി. ആ കബറിൽ മനുഷ്യനെ ഇല്ല കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഒരു പുനരുദ്ധാരണം, എങ്ങനെയാണ് ഒരു പുനർജന്മം സംഭവിക്കുക? അതാണ് അല്ലാഹ് ചോദിക്കുന്നത്. ലം യകുൻ ശൈഅൻ മദ്കൂറാ, ഈ ദുനിയാവിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വസ്തുവായിരുന്നു നിന്നെ. ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാം കൈഫ യശാ വൽ ഫുആദ കുല്ലു ലാ അൻഹു മസ്ഊലാ. കണ്ണ് ഉപയോഗിക്കല്ലേ, ആവശ്യമില്ലാത്ത കാര്യത്തിന് കാത്. മണിക്കൂറുകളോളം വാട്സപ്പ്, ഒരു അരമണിക്കൂർ ഖുർആൻ നോക്കാൻ നിന്റെ കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ടോ? ചോദ്യം ഉണ്ടാവും ഈ കണ്ണിനോട്. നമ്മളൊന്നും മിണ്ടണ്ട. സൂറത്ത് യാസീൻ ഓതുന്നവരല്ലേ? സൂറത്ത് യാസീൻ ഓതുന്നവരല്ലേ? ഈ ആയത്ത് കേട്ടോളി. എപ്പോഴും ഇനി യാസീൻ ഓതുമ്പോൾ അർത്ഥം കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏത് സൂറത്ത് ഓതിയാൽ അർത്ഥം കൂടെ മനസ്സിലാക്കിക്കോ, ഏറ്റവും നല്ലതാണ്. മനസ്സിലാക്കിയാൽ നമുക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നാളെ അവിടെ പോയിട്ട് കൈയും കാലം പിടിക്കാൻ ആരുമില്ല. നഫ്സി 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 നഫ്സി, ഞാനല്ലാതെ മറ്റാരുമില്ല. മാതാപിതാക്കളും മക്കളും തമ്മിലൊരു ബന്ധമാണ്. ഇവിടെ വെച്ച് നമുക്കൊരു ബന്ധമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധമുണ്ടോ ഇല്ലയോ? അതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കളെ പിഴപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം ഈ വാപ്പ നാളെ അനുഭവിക്കാൻ പോവുകയാണ്. ഈ ചെറുപ്പക്കാർ ഇത്രത്തോളം വഴിതട്ടി പോകാനുള്ള കാരണക്കാർ ആര്? നമ്മുടെ കീഴിലുള്ള, എന്റെ കസ്റ്റഡിയിലുള്ള എന്റെ മകനാണ്, എന്റെ മകളാണ്. ഞാൻ നിയന്ത്രിക്കും. എന്റെ ഉപ്പ, എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കണമല്ലോ. അതല്ലേ വാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു സുപ്രീം പവറാണ്. അല്ലാതെ ഈ സാധനം ഉണ്ടാക്കി ഇങ്ങോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് വിടാനുള്ള ഒരു മിഷൻ അല്ല ഇത്. ഈ സാധനം, ഈ രണ്ടെണ്ണം, ഈ കുറെ മക്കളെ ഉണ്ടാക്കി വിടാന് ഈ ചപ്പാത്തിയും അരിപ്പത്തിരിയും ഒന്നും അല്ലല്ലോ ഈ സാധനം. ഈ മിഷീനകത്ത് ഉണ്ടാക്കി ഇങ്ങനെ ഇങ്ങോട്ട് പ്രൊഡക്റ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ സാധനം അല്ലല്ലോ ഇത്. ഈ വാപ്പയും ഉമ്മയും നമ്മളെ ഉണ്ടാക്കിയത് കൊണ്ട് തീർച്ചയായും ഈ വാപ്പയുടെ പേര് വെച്ചിട്ടാണ് ഈ മോനെ വിളിക്കപ്പെടുക. നാളെ ആഖിറത്തില് എല്ലാരും വിളിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ വാപ്പാക്കും ഉമ്മാക്കും മകനോട് ഉത്തരവാദിത്തമുണ്ട്. ഈ മക്കളോട് ഉത്തരവാദിത്തം മാത്രം ഞാൻ പറഞ്ഞു. വേറെ ഒന്നും നമുക്ക് ചർച്ച വിടില്ല. വേറെ ഒരു ചർച്ച ഇവിടെ വേണ്ട. എന്തെങ്കിലും നമ്മൾ എതിരായിട്ട് പറഞ്ഞ ഉസ്താദ് ചോദിച്ചോട്ടെ, നമുക്ക് വിഷയമില്ലല്ലോ. ഇതാണ് എല്ലാത്തിനും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വെറുതെ അല്ല നമ്മളെ മക്കളെ വളർത്തുന്നത്. നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം. നമുക്ക് ഈ കുട്ടി സ്വർഗത്തിൽ വേണം. ഇത് ഇവിടെ എങ്ങനെയെങ്കിലും ഇവനെ പഠിപ്പിച്ച് MBA കാരനാക്കി എടുത്തിട്ട് കുറച്ച് പണം ഉണ്ടാക്കി തരാൻ മാത്രം പോരാ. ഈ വാപ്പ മരിച്ചാൽ ഈ മയ്യത്തിന്റെ അരികിൽ വന്ന് സിയാറത്ത് ചെയ്യാൻ, ഈ മയ്യത്ത് കുളിപ്പിക്കാൻ, ഈ വാപ്പ എന്നെ വളർത്തിയ വാപ്പ, എനിക്ക് ചെലവ് തന്ന വാപ്പ, എന്നെ പഠിപ്പിച്ച ഉപ്പ, ഈ ഉപ്പാന്റെ മയ്യത്ത് സ്വന്തം കൈകൊണ്ട് കബറിലേക്ക് ഇറക്കി വെക്കാൻ, ആ ഉപ്പാന്റെ കബളിൽ ഒരുപിടി മണ്ണെടുത്ത് വെക്കാൻ, ആ ഉപ്പാക്ക് വന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യാൻ, ഒരു നിമിഷം പോലും കൈ ഉയർത്തുമ്പോൾ വാപ്പ വാപ്പ എന്റെ ഉമ്മ ഉമ്മ എന്ന് വിളിക്കാതെ അവനെ കൈ താഴ്ത്താൻ പാടില്ല. അങ്ങനെ വിളിക്കാൻ ഒരു മകനെ, ഒരു മകളെ പ്രാപ്തനാക്കലാണ് മാതാപിതാക്കളുടെ ജോലി. അവരാണ് അവരെ പഠിപ്പിച്ചോളൂ. അവരെ ഏറ്റവും വലിയ ഉസ്താദ് അവരാണ്. ആദ്യത്തെ മദ്രസ ഉമ്മാന്റെ മടിത്തട്ടാണ്. അതാണ് ആദ്യത്തെ മദ്രസ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കാര്യം ചോദിച്ചു, അധികമാക്കി തരണേ അല്ലാഹ്, അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. 2 കാര്യമേ ചോദിച്ചുള്ളൂ. മൂന്നാമതൊരു കാര്യം ചോദിച്ചാട്ട് എനിക്കറിയില്ല, അതീതിൽ ഞാൻ കണ്ടിട്ടില്ല.
രണ്ട് കാര്യമാണ് അധികരിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞത്. ഒന്ന് ഇൽമ്, റബ്ബി സിദ്നി ഇൽമാ, ഇൽമ് അധികരിപ്പിച്ചത് അല്ലാഹ്, അറിവ്. രണ്ടാമത് നബി തങ്ങളെ അധികരിപ്പിച്ചു തരാൻ പറഞ്ഞത് പാല് കുടിക്കുമ്പോൾ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. അല്ലാഹുവേ ഈ പാലിൽ ബർക്കത്ത് നൽകണേ, ഇത് അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. ഈ പാലും അറിവുമായി ബന്ധമുണ്ട്. ആദ്യം ഈ ഉമ്മ മുലപ്പാല് കൊടുത്തിട്ടാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. ഈ മുലപ്പാല് കൊടുക്കുമ്പോ ഈ കുട്ടിയെ തർബിയത്തോടു കൂടി കൊടുക്കണം. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു തആല അൻഹു ലോകത്തെ ഇത്ര വലിയ ഒരു മഹാനുഭാവനായി ഖുതുബുൽ അഖ്ദാബായി ഇന്ന് ലോകം അറിയപ്പെടണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, എന്റെ മകന് ഒരു പ്രാവശ്യം പോലും ഞാൻ മുല കൊടുത്തിട്ടില്ല ഒളുവെടുക്കാതെ. എപ്പോഴും എന്റെ മകന് ഞാൻ മുല കൊടുത്തത് ഒളുവെടുത്തിട്ടായിരുന്നു. നമ്മുടെ മക്കൾക്ക് ഒളുവെടുത്തിട്ടാണോ പാൽ കൊടുത്ത? ഇന്ന് മുതൽ ചിന്തിച്ചാൽ മതി, പുറയ്ക്ക് പോരുന്നത് ചിന്തിച്ചാൽ മതി. ഇനി ഒളുവെടുത്തിട്ട് നിസ്കരിക്കാൻ വരുമ്പോഴാണ് കുട്ടി കരയുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ പോവാ, നിസ്കരിച്ചിട്ട് കൊടുക്കാം. നീ മക്കളെ ഒന്നാട്ടിക്കോ എന്ന് പറഞ്ഞാൽ ആരെയും ലേപ്പിക്കും, ആ കുട്ടിയെ ഒന്നാട്ടിക്കോ, ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെ. പാൽ കൊടുക്കൂല, നിസ്കരിച്ച് ഒളു മുറിഞ്ഞിട്ടേ പിന്നെ കൊടുക്കുള്ളൂ. പോയി ആ സമയത്തുമില്ല. ഒളുവെടുത്തിട്ട് പാല് കൊടുക്കണം. ആ കുട്ടി നന്നായി വരണമെങ്കിൽ ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും TV കാണരുത്. ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും അനാവശ്യം സംസാരിക്കരുത്. ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും ഈ ടിക്ടോക്ക് കണ്ടിട്ട് അത് എല്ലാം പഠിക്കുന്നത് നമ്മളല്ല, നമ്മളായിരിക്കും ആസ്വദിക്കുന്നത്. ഇതല്ല ഇതിന്റെ ഉള്ളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മ ഏതിനോടാണോ താല്പര്യം കാണിക്കുന്നത് ആ താല്പര്യത്തോടെ ആയിരിക്കും ആ കുട്ടി പ്രസവിക്കുമ്പോൾ വളർന്നു വരുന്നത്. യാതൊരു സംശയമില്ല. 24 മണിക്കൂറും ഖുർആൻ ഓതുന്ന ഉമ്മയാണോ, അൽഹംദുലില്ലാഹ്, ആ കുട്ടി വളർന്നു വരുന്നത് പരിശുദ്ധമായ ഖുർആനുമായിട്ടായിരിക്കും. നോക്കിക്കോളി, നിങ്ങൾ പരിശോധിച്ചോളി. അതിനൊക്കെ ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും ഞാൻ കടക്കല്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ടച്ച് ചെയ്തു പോവുകയാണ് ആ വിഷയങ്ങളൊക്കെ. അപ്പൊ ഉമ്മാന്റെ മടിത്തട്ടാണ് മദ്രസ. അവിടെയാണ് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവിടെയാണ്. ഈ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം. ബിസ്മി ചൊല്ലി പഠിപ്പിക്കണം. ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം. വലത് കൈ കൊണ്ട് തിന്നാൻ പഠിപ്പിക്കണം. ഇരുന്നു കൊണ്ട് തിന്നാൻ പഠിപ്പിക്കണം. ഭക്ഷണപാത്രത്തിന്റെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം. ഇതൊക്കെ പഠിപ്പിക്കേണ്ട ആരാ? പള്ളിക്ക് ഉസ്താദല്ല. കുട്ടിയുടെ കയ്യിൽ സമോസ കൊടുക്കുമ്പോ ഇടത് കൈ നീട്ടുമ്പോ കൊടുക്കല്ലേ, അത് വലത് കൈയിലേക്ക് വെച്ചു കൊടുക്കേണ്ടത് ഉമ്മയല്ലേ. മോനെ കുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് നീ കഴിക്കണേ. സമ്മില്ലാ, ബിസ്മി ചൊല്ലി കഴിക്കണേ. വകുൽ മിമ്മാ യലീക, ഭക്ഷണത്തിന്റെ മുൻപിൽ നിന്ന് ആ മുൻഭാഗത്തുള്ള ഭക്ഷണത്തിൽ നിന്ന് തുടക്കം കുറിക്കണേ. ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയാണ്, അവിടെ ഇവിടെ ഒന്നും വാരി തിന്നാൻ പാടില്ല. ഇത് പഠിപ്പിച്ചു കൊടുക്കണം. മുൻഭാഗത്ത് നിന്ന് കഴിക്കണം. ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതിന്റെ മഹത്വം പഠിക്കണം കേട്ടോ. അള്ളാഹുവിന് തൗഫീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പഠിപ്പിച്ചു തരാം. അത് മാത്രം മതി. 2-2.5 മണിക്കൂർ ബിസ്മില്ല. ഏത് കാര്യത്തിലും ബിസ്മില്ല വേണം. ബിസ്മില്ല ഇല്ലാതെ നിങ്ങൾ തുടങ്ങുന്ന എല്ലാ കാര്യം ബാത്തിലാണ്, എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് ഒരുപാട് ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. വസ്ത്രം ധരിക്കുമ്പോ ബിസ്മില്ല ചൊല്ലണം. വസ്ത്രം അഴിക്കുമ്പോ ബിസ്മില്ല ചൊല്ലണം. വസ്ത്രം അഴിക്കുന്ന സമയത്തും ധരിക്കുന്ന സമയത്തും ബിസ്മില്ല ചൊല്ലാതെ നമ്മൾ വസ്ത്രം ധരിച്ചാൽ പിശാച് നമ്മുടെ ഔറത്തിലേക്ക് നോക്കി ചിരിക്കും, നമ്മളെ ഇടങ്ങറാക്കുവൻ. വീട്ടിൽ കയറുമ്പോ ബിസ്മില്ല ചൊല്ലണം, ഇറങ്ങുമ്പോ ബിസ്മില്ല ചൊല്ലണം. ഒരുപാട് കാര്യത്തിലുണ്ട്, ഒരുപാട് ഹദീസുകളുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. എന്നാലും ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ ബിസ്മില്ല ചൊല്ലിയെ തുടങ്ങാവൂ. അവിടെ മുതലാണ് നമ്മുടെ കുട്ടിയുടെ തർബിയത്തിന്റെ തുടക്കം. അതിനാണ് ഞാൻ പറഞ്ഞു വന്നത്. ഭാര്യയുമായുള്ള ബന്ധം സ്ഥാപിക്കുമ്പോ പിന്നെ കിടന്ന് കൈകാലം പിടിച്ചിട്ട് കാര്യമില്ല. ഈ ഫസ്റ്റ് നൈറ്റ് തുടങ്ങുമ്പോ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ബിസ്മില്ല പറഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങിയാൽ ആ കുട്ടിയെ പിശാച് തൊടൂല. നബിയുനാ റസൂലുള്ളാഹി